ഹായ് ഹലോ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പഴയ നമ്പർ പ്ലേറ്റ് എങ്ങനെയാണ് ഒരു നല്ലൊരു വാൾ ഡെക്കർ ആക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്പർ പ്ലേറ്റിൽ സ്റ്റിക്കർ പൊളിക്കുക. അത് അങ്ങനെ ചുമ്മാ ഇതാക്കി എടുത്താൽ മതി. അത് പൊളിഞ്ഞ് വരും. പിന്നെ അതിൻ്റെ പാടും മറ്റേ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് കഴിക്കാൻ മതി, അത് പൊയ്ക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൂവും വൈറ്റും പെയിൻ്റ് എടുത്തിട്ട് ഫുള്ളൊന്ന് ബേസ് കോട്ട് അടിക്കുക. എന്നിട്ട് അതൊന്ന് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു അക്വേറിയം തീമാണ്, ഓഷ്യനിക് പ്രിൻ്റ് തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് ചെടികളൊക്കെ വരച്ചെടുക്കാം. ഞാൻ പഠിച്ച് വളർന്നതൊക്കെ കുടകിലാണ്, അതുകൊണ്ട് എൻ്റെ മലയാളം പ്രോപ്പർ മലയാളമല്ല. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ക്ഷമിക്കണം കേട്ടോ, ഞാനത് തിരുത്താൻ നോക്കാം. അപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വരച്ച് കഴിഞ്ഞിട്ട് കല്ലുകൾ, അക്വേറിയമിൽ ഇടുന്ന കല്ലുകളില്ലേ, ആ കല്ലുകൾ എടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഈ ശംഖു ഇല്ലേ, ഷെൽസ്, ആ ശംഖ് ഒരു ബാക്ക് വാട്ടേഴ്സിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒട്ടിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസിൽ കൂടുതലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ മണലുണ്ടെങ്കിൽ ആ മണലും കുറച്ച് ആ കല്ലിൻ്റെ അടുത്തൊക്കെ കുറച്ചൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പിസ്ത ഷെൽസ് ഇല്ലേ, ആ ഷെൽസ് എല്ലാം കൂടി നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഒന്ന് ഉണക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിതിലൊരു തോട്ട് എഴുതുന്നുണ്ട്. ആ തോട്ട് ഇപ്പം ഞാൻ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, അതാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പെയിൻറ്റ്, അത് പിസ്ത ഷെല്ലിന് അടിച്ച പെയിൻറ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻറ്റിൽ തന്നെ ഞാൻ എഴുതാൻ നോക്കിയതാണ്, പക്ഷേ അതെനിക്ക് എന്തോ എടുപ്പ് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ മേലോട്ട് ഞാൻ ഒരു യെല്ലോ കളറിൽ എഴുതിയെടുത്തു. ഇനി നമുക്ക് ആ പിസ്ത ഷെല്ല് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. പിസ്ത ഷെല്ല് എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒരു മീനിൻ്റെ ഷേപ്പിൽ മീൻ ആയിട്ട് എടുത്തതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിച്ചെടുത്തിട്ട് എന്നിട്ട് ആ മീനിന് നമുക്ക് വാലും ചിറകുകളും പിന്നെ മീനിന് ഓരോ ഡിസൈൻസും ഒക്കെ ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ ഡോട്ട്സോ അല്ലെങ്കിൽ ലൈൻസോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ കേട്ടോ. നിങ്ങളുടെ ഐഡിയയുടെ അനുസരിച്ച് നമുക്ക് മീനുകളെല്ലാം പെയിൻ്റാക്കി എടുക്കാം. പിന്നെ ഇതിലൊരു കാര്യം ഞാൻ വിട്ടുപോയി, ആ മീനിൻ്റെ അടുത്തോടെ കുറച്ച് ബബിൾസ് വരുന്ന പോലെ ഒരു 2-3-4 വൈറ്റ് കുത്തുകൾ ഇട്ടാലും നല്ല ഒരു ഇതായിരിക്കും കേട്ടോ, നല്ലതായിരിക്കും കാണാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വള്ളി എടുത്തിട്ട് കെട്ടാൻ നോക്കാം. ഓൾറെഡി ഹോൾസ് ഉണ്ടാകും, അതിൽ വേറെ ഹോൾസ് ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കത് ഇട്ടിട്ട് നൂലല്ലെങ്കിൽ വള്ളി നിങ്ങൾക്ക് അതിൻ്റെ നീളത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയും നീളം വേണ്ടത് അതിനനുസരിച്ച് കെട്ടിയെടുക്കുക. നമ്മുടെ കിടിലൻ വാൾ ഡെക്കർ റെഡിയായി.